പ്രണയം ചെറുപ്പക്കാരുടെ കാര്യമാണ് എന്ന് പലരും പറയുന്നു. അവസാനമില്ലാത്ത സ്വപ്നങ്ങൾ കാണുന്നവർക്കും തകർന്നു പോകില്ലെന്ന് വിശ്വസിക്കുന്ന ഹൃദയങ്ങൾക്കുമാണ് പ്രണയം എന്നാണ് സമൂഹം നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ 40-ാം വയസ്സിലെ പ്രണയത്തെക്കുറിച്ച് അധികമാരും പറയാറില്ല. ജീവിതം നിങ്ങളെ വിനയത്തിലാക്കിയ ശേഷം വരുന്ന പ്രണയം, ഹൃദയം തകർന്ന ശേഷം വരുന്ന പ്രണയം, നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം വീണ്ടും വാതിൽ തട്ടുന്ന പ്രണയം, അതാണ് അതിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. കാരണം 40-ൽ വരുന്ന പ്രണയം നിഷ്കളങ്കതയോടെ വരുന്നില്ല, അത് സത്യത്തോടെയാണ് വരുന്നത്. ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ 40-ാം വയസ്സാകുമ്പോൾ പ്രണയം എപ്പോഴും സുന്ദരമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിന്നു പോകാത്തവരെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടാകും. നിറവേറാത്ത വാഗ്ദാനങ്ങൾ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാകും. ഹൃദയം മുഴുവൻ കൊടുത്തിട്ടും തിരിച്ചിരുട്ടിയത് വേദനയായിട്ടുണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം നൽകിയിട്ടുണ്ടാകാം. വിടേണ്ടിടത്ത് ഏറെ താമസിച്ചിട്ടുണ്ടാകാം. തകർന്നിട്ടും നിശബ്ദമായി വീണ്ടും സ്വയം പണിതുയർത്തിയിട്ടുണ്ടാകാം. അങ്ങനെ നിങ്ങൾ മാറി. 20-ാം വയസ്സിൽ സ്നേഹിച്ച ആ മനുഷ്യൻ ഇപ്പോൾ നിങ്ങളല്ല. നിങ്ങൾ കൂടുതൽ ശക്തനായി, കൂടുതൽ ബുദ്ധിയുള്ളവനായി, കൂടുതൽ ജാഗ്രതയുള്ളവനായി, പക്ഷേ കുറച്ച് അടഞ്ഞുപോയ ഹൃദയവുമായി. കാരണം ജീവിതം ഒരു വലിയ പാഠം പഠിപ്പിച്ചു. എല്ലാവർക്കും സ്നേഹിക്കാൻ അറിയില്ല. സ്നേഹിക്കുന്നു എന്ന് പറയാൻ മാത്രമറിയാം. 40-ൽ ഒറ്റപ്പെടൽ വേറെയായിരിക്കും. അതെല്ലായ്പ്പോഴും ഒറ്റയ്ക്കിരിക്കലല്ല. ചിലപ്പോൾ ആരുടെയെങ്കിലും കൂടെയിരിക്കുമ്പോഴും ആരും നിങ്ങളെ യഥാർത്ഥത്തിൽ കാണുന്നില്ല എന്ന് തോന്നലാണ്. പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അകത്ത് ആരും കാണാത്ത ശൂന്യതയുണ്ട്. പക്ഷേ ഏറ്റവും കഠിനമായത് ഒറ്റപ്പെടൽ പോലുമല്ല, ഭയമാണ്. ഇനി പ്രണയം വരില്ല എന്ന ഭയം, സമയം കഴിഞ്ഞുപോയി എന്ന ഭയം, എല്ലാവരും അവരുടെ ആളെ കണ്ടെത്തി, എന്റെ കഥ മാത്രം പാതിയിൽ നിൽക്കുന്നു എന്ന ഭയം. അപ്പോൾ ചില ചോദ്യങ്ങൾ മനസ്സിലുയരും. ഞാൻ വൈകിപ്പോയോ? ഞാൻ വളരെ തകർന്നു പോയോ? ഇനി ആരെങ്കിലും എന്നെ മനസ്സിലാക്കുമോ? ഈ ചോദ്യങ്ങൾ ഹൃദയത്തിന് ചുറ്റും മതിലുകൾ പണിയും. രക്ഷപ്പെടാനായി പണിത മതിലുകൾ. പക്ഷേ ഒരു ദിവസം പ്രണയം വീണ്ടും വരും. വലിയ ശബ്ദത്തോടെയല്ല, ഒരു കൊടുങ്കാറ്റുപോലെയല്ല, ശാന്തമായി, സുരക്ഷിതമെന്ന് തോന്നുന്ന സംഭാഷണങ്ങളിലൂടെ, അസൗകര്യമില്ലാത്ത നിശബ്ദതയിലൂടെ, നിങ്ങൾ അഭിനയിക്കേണ്ടതില്ലാത്ത ഒരാളിലൂടെ, നിങ്ങളുടെ ക്ഷീണിച്ച ഭാഗങ്ങളും കണ്ടിട്ടും പോയി കളയാത്ത ഒരാൾ. അതാണ് 40-ലെ പ്രണയത്തിന്റെ സൗന്ദര്യം. ഇനി നിങ്ങൾ ആവേശത്തെ പിന്തുടരുന്നില്ല, നിങ്ങൾ സമാധാനത്തെ തിരയുന്നു. ബട്ടർഫ്ലൈസിനേക്കാൾ കൺസിസ്റ്റൻസിക്ക് വില കൂടുന്നു. വലിയ വാഗ്ദാനങ്ങളെക്കാൾ ദിവസവും കാണിക്കുന്ന ചെറിയ കരുതലുകൾക്ക് അർത്ഥം കൂടുന്നു. നിങ്ങളെ പൂർത്തിയാക്കാൻ ഒരാളെ ഇനി വേണ്ട. നിങ്ങൾ നിർമ്മിച്ച ജീവിതത്തെ ബഹുമാനിക്കുന്ന ഒരാളെയാണ് വേണ്ടത്. 40-ലെ യഥാർത്ഥ പ്രണയം വർഷങ്ങളായി പിടിച്ചുവെച്ച ശ്വാസം വിടുന്നത് പോലെയാണ്. ഓരോ മുറിവും വിശദീകരിക്കാതെ ആരെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ. വീണ്ടും വൾനറബിലിറ്റി കാണിക്കാൻ കഴിയുന്നത്, 40-ൽ വൾനറബിലിറ്റി കാണിക്കുന്നത്, അതൊരു ധൈര്യമാണ്. കാരണം നിരാശകൾക്ക് ശേഷം ഹൃദയം വീണ്ടും തുറക്കുന്നത് അത്യന്തം ധൈര്യമുള്ള കാര്യമാണ്. വഞ്ചനയ്ക്ക് ശേഷം, നഷ്ടങ്ങൾക്ക് ശേഷം, നിരാശകൾക്ക് ശേഷം വീണ്ടും സ്നേഹിക്കുക, അത് ബലഹീനതയല്ല, അത് അത്ഭുതകരമായ ശക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ 40-ൽ പ്രണയം കാത്തിരിക്കുകയാണെങ്കിൽ ഇത് ഓർക്കുക, നിങ്ങളുടെ കഥ വൈകിയിട്ടില്ല. പ്രണയം ചെറുപ്പക്കാർക്കു മാത്രമല്ല, ജീവിതം കഠിനമാക്കിയിട്ടും ഹൃദയം മരിക്കാൻ അനുവദിക്കാത്തവർക്കാണ് പ്രണയം. ഇനിയും പ്രതീക്ഷ തിരഞ്ഞെടുക്കുന്നവർക്കാണ് പ്രണയം. ഒരുപക്ഷേ പ്രണയം ഇതുവരെ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായ ഈ പുതിയ നിങ്ങളിലേക്കാണ് അത് യാത്ര ചെയ്യുന്നത്. അതെത്തുമ്പോൾ പൂർണ്ണമായിരിക്കണമെന്നില്ല, പക്ഷേ യഥാർത്ഥമായിരിക്കും. ചിലപ്പോൾ യഥാർത്ഥ പ്രണയം നിങ്ങൾ ഒരിക്കൽ സ്വപ്നം കണ്ട കഥകളേക്കാൾ മനോഹരമാണ്. കാരണം 40-ൽ പ്രണയമെന്നത് ആവേശകരനായ ഒരാളെ കണ്ടെത്തലല്ല, വീടുപോലെ തോന്നുന്ന ഒരാളെ കണ്ടെത്തലാണ്. ചിലപ്പോൾ ഹൃദയം തകരണം, കൂടുതൽ നന്നായി സ്നേഹിക്കാൻ പഠിക്കാൻ.